vita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. എന്റെ ദൈവമേ, 13 കൊല്ലം പാപത്തിന്റെ ലജ്ജാകരമായ മ്ലേച്ഛതയിൽ മേഞ്ഞു നടന്ന എന്നെ ഈ വടിയും മുടിയും ധരിപ്പിച്ച് എന്ത് ചെയ്യാനാണ് അങ്ങയുടെ ഭാവം? നാഥ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെക്ക് നൽകിയ പൗരോഹിത്യം പോലും ഞാൻ അർഹിക്കുന്നതിലും വളരെ വലുതാണ്. എന്നിട്ട് ഇപ്പോൾ വലിയ മുക്കുവേണ്ടി ഈ തിരുവാഴി കൂടി അങ്ങനെ അണിയിച്ചിരിക്കുന്നു. പാപികളെയും അയോഗ്യരെയും നീ നിന്റെ പ്രിയ മിത്രങ്ങളുടെയും പുത്രന്മാരുടെയും പട്ടികയിലേക്ക് പേരെഴുതി ചേർക്കുകയാണ്. എന്റെ ദൈവമേ, എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്ത പദവിയാണ്. ഈ പദവി ഭയന്നാൽ ഞാൻ ഹിപ്പോയിൽ ഒരു സന്ദർശനത്തിന് പോലും വരാതെ. എന്നാൽ ഞാൻ ഭയപ്പെട്ടതുപോലെ നീ എന്നെ അദൃശ്യമായ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരടിമയെപ്പോലെ ഇവിടെ കൊണ്ടുവന്നു അടിമയുടെ മുഖം അഴിച്ചു മാറ്റി ഉടമയുടെ പട്ടുകുപ്പായം ധരിപ്പിച്ചിരിക്കുന്നു. എല്ലാം നിന്നെ പ്രതി നിനക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു. എന്നെ വിളിക്കാനും തെരഞ്ഞെടുക്കാനും അറിയാമെങ്കിൽ എന്നെ വഴി നടത്താനും വിവേകത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാനും നീ ശ്രദ്ധിച്ചുകൊള്ളുമെന്ന് ഉറപ്പുണ്ട്. നിന്റെ പരിപാലനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാനം, ഈ ബഹുമതി ഏറ്റെടുക്കണം. അമ്മേ, എന്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മയെ ഓർക്കുമ്പോഴെല്ലാം അമ്മയുടെ ഈ കണ്ണീരിന്റെ പുത്രൻ തന്റെ പഴയകാല ജീവിതം ഓർക്കും. അത് അലമാലകൾ പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും. അഗസ്റ്റിൻ, അവിടെ നിൽക്ക്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താമേ? മോനെ, കുറെ കൂടെ നന്നായി ജീവിക്കണം. ചീത്ത കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിക്കണം. ഞാനൊന്നും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് നീ വിചാരിക്കണ്ട. എന്താമേ ഇത്? ഞാനിപ്പോ എന്താ ചെയ്തേ? മനസ്സിലായില്ലേ നിനക്ക്? എല്ലാ അമ്മമാർക്കും പറയാൻ ഒരു കാര്യം മാത്രം, നന്നാകുക നന്നാകുക. മക്കളെ ചൊല്ലി ഭൂമിയിൽ അമ്മമാർക്കെല്ലാം കണ്ണും ചെവിയും രണ്ടല്ല മോനെ, 3. എല്ലാവരുടെയും നെഞ്ചിലെരിഞ്ഞ ഒരേ ആദിയും വേദനയും. അമ്മ പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീയും കുഞ്ഞുമായി ഞാനിവിടെ വന്നിട്ടില്ല. അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ അവിടെ ഒരു വീടെടുത്ത് സ്വസ്ഥമായി കഴിയുന്നു. വല്ലപ്പോഴും ഇവിടെ വന്നാൽ തുടങ്ങും കുറ്റപ്പെടുത്തലും കണ്ണീരൊഴുക്കലും. എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ അപ്പൻ ഇടപെട്ടിട്ടില്ലല്ലോ, പിന്നെ അമ്മയ്ക്കെന്താ? അപ്പൻ നിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് നീ പറയരുത്. നിന്റെ പഠനത്തിന്റെയും വളർച്ചയുടെയും കാര്യത്തിൽ അപ്പന് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. നിന്നെ കാർത്തേച്ചിൽ വിട്ട് അപ്പൻ പഠിപ്പിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന് രോഗം പിടിപെട്ടപ്പോൾ നിന്റെ പഠനം മുടങ്ങരുത് എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. പക്ഷെ ദൈവഹിതം മറിച്ചായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു, നിന്റെ പഠനവും മുടങ്ങി. എങ്കിലും ദൈവം നമ്മെ കൈവെടിഞ്ഞില്ല. മരണത്തിനു മുമ്പ് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവർ സഹായിച്ചുകൊണ്ട് നിനക്ക് പഠിക്കാൻ സാധിച്ചു. നിന്റെ ആത്മീയ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരി. കാരണം ജ്ഞാനസ്നാനത്തിന് മുമ്പ് വരെ നന്മയെക്കുറിച്ചോ തിന്മയെക്കുറിച്ചോ അറിവില്ലാതിരുന്ന ഒരു വിജാതിയൻ മാത്രം. മുനിസിപ്പാലിറ്റിയുടെ കരം പിരിവുകാരൻ. കരം തരാത്തവർക്ക് എതിരെ നടപടിയെടുക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തി ഇല്ലല്ലോ അല്ലേ? പക്ഷേ ഞാനും നീയും നിന്റെ സഹോദരനും അങ്ങനെയല്ല. സത്യവിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നീ ജനിച്ചപ്പോൾ നെറ്റിൽ കുരിശടയാളം വരച്ച് ആദരണീയൻ എന്ന അർത്ഥമുള്ള അഗസ്റ്റിൻ എന്ന് നിന്നെ വിളിച്ചു. മാരകപാപത്തിൽ വീണ് വെണ്മയേറെ ജ്ഞാനസ്നാന വസ്ത്രം മലിനമാകാതിരിക്കാനാണ് അന്ന് ജ്ഞാനസ്നാനം നൽകാതിരുന്നത്. പിന്നീട് നിനക്ക് കടുത്ത ജ്വരം ബാധിച്ച് മരിക്കും എന്ന് തോന്നിയപ്പോൾ നീ തന്നെ ജ്ഞാനസ്നാനം ആവശ്യപ്പെട്ടു. പക്ഷേ
പെട്ടെന്ന് രോഗശാന്തി ലഭിച്ചുകൊണ്ട് പിന്നെയും നീണ്ടുപോയി. പഴയതൊന്നും അമ്മ എന്നെ ഓർമ്മിപ്പിക്കരുത്. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. വീട്ടിൽ നിന്ന് മാത്രമാണോ? സ്കൂളിൽ നിന്ന് പോലും തിക്താനുഭവം അല്ലാതെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അന്ന് ഗ്രീക്ക് ഉപേക്ഷിച്ച് ലത്തീൻ പഠിച്ചതുകൊണ്ട് കുറെ പുസ്തകങ്ങൾ കൂട്ടിന് കിട്ടി, അത്രമാത്രം. ഇനി അമ്മ പറ, ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കണോ? ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ആ ബന്ധം ഉപേക്ഷിക്കണം. എന്നിട്ട് ദൈവത്തെ അറിയുന്ന ഉത്തമയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണം. എന്റെ ഭാര്യയായി, എന്റെ മകന്റെ അമ്മയായി കഴിയുന്ന ആ സ്ത്രീയെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? നീണ്ട 13 കൊല്ലമായി അവൾ തന്റെ സുഖദുഃഖങ്ങൾ ഞാനുമായി പങ്കിടുന്നു. അവളെ പരിചയപ്പെട്ടതിനു ശേഷം ഞാൻ മറ്റൊരു സ്ത്രീയെ തേടി പോയിട്ടില്ല. അവൾ അത്രയ്ക്ക് പ്രിയങ്കരിയായിരുന്നു. 100% വിശ്വസ്തയായ ഒരു സ്ത്രീ. ഔപചാരികമായി വിവാഹബന്ധം നടന്നിട്ടില്ലെന്ന് മാത്രം. അവളെ ഞാൻ എങ്ങനെ പറഞ്ഞുവിടും? വളയ്ക്കേണ്ടത് വളയ്ക്കുക, ഒടിക്കേണ്ടത് ഒടിക്കുക, വെട്ടിമുറിക്കേണ്ടത് നിർദ്ദയം വെട്ടിമുറിക്കുക. ഈ കാര്യത്തിൽ എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ നീ അംബ്രോസ് തിരുമേനിയെ ഒന്ന് ചെന്ന് കാണും. അദ്ദേഹം നിന്നെ സഹായിക്കും. എന്റെ അമ്മയുടെ ദൈവമായ കർത്താവേ, എത്ര നാൾ നീ എന്നെ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? അസാധാരണമായ പ്രേമത്തിന്റെ പൊൻകയർ കൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പ്രിയ കാമുകിയെ എങ്ങനെയാണ് ഞാൻ ഉപേക്ഷിക്കുക? അവളെ ഞാൻ കൈവിട്ടാൽ എന്റെ മകന്റെ ഗതി എന്താകും? അമ്മ പറയുന്നതൊക്കെ ശരി, പക്ഷെ അനുസരിക്കാൻ മടിയാണ്. പണ്ട് ശുദ്ധതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട ആ പുണ്യം എനിക്ക് തിരിച്ചു തരണം. പക്ഷെ ഇപ്പോൾ വേണ്ട. ഞാൻ എൻ്റെ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ. ആരാണ് എന്നെ വിളിക്കുന്നത്? ആരെയും കാണുന്നില്ലല്ലോ. എല്ലാം മനസ്സിന്റെ വിക്രിയകൾ തന്നെ. ആരോ എന്നെ വിളിച്ചു. ഇത് സ്വപ്നമല്ല. കാറ്റിന്റെ മർമ്മരത്തോടൊപ്പം എന്റെ പേര് ഞാൻ കേട്ടതാണ്. പക്ഷെ ഇവിടെ ആരുമില്ലല്ലോ. എടുത്തു വായിക്കാനോ? എടുത്തു വായിക്കാൻ എന്നോട് ആജ്ഞാപിച്ചത് ആരായിരിക്കും? ഇവിടെ ഇളം കാറ്റിന്റെ മൃദുസ്വരമല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ അമ്മയുടെ ദൈവമായ കർത്താവേ, നീയാണോ എന്നോട് എടുത്തു വായിക്കാൻ ആജ്ഞാപിച്ചത്? നീ സർവ്വതും പിടിച്ചു കുലുക്കുന്ന കാറ്റാണെന്ന് അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്താണ് ഞാൻ വായിക്കേണ്ടത്? അത്ഭുതം തന്നെ. ആരാണ് ഈ പുസ്തകങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത്രയും നാൾ ഞാൻ തൊടുക പോലും ചെയ്യാത്ത ഈ പുസ്തകങ്ങൾ കാറ്റിന്റെ ശീൽക്കാരത്തിലൂടെ ഒഴുകി വന്ന ആ ശബ്ദമായിരിക്കുമോ ഇതും ഇവിടെ എത്തിച്ചത്? സെന്റ് ആന്റണി, ഇദ്ദേഹമാണോ പെൻഡിഷൻ പറയാറുള്ള മരുഭൂമിയിലെ ആ സന്യാസി? ആദ്യം ബൈബിൾ തന്നെ. ഇതെടുത്ത് വായിക്കാം. അത് കഴിഞ്ഞിട്ടല്ലേ വിശുദ്ധാത്മാക്കൾ. ഇതിപ്പോ എങ്ങനെ വായിക്കുന്നേ? കണ്ണടച്ചങ്ങ് തുറന്നങ്ങ് വായിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ. ആ സ്വരം കാറ്റത്തെങ്ങു നിന്നോ പറന്നു വന്നതല്ല, അത് ദൈവത്തിന്റെ സ്വരമായിരുന്നു. എന്റെ നേരെ അസ്ത്രം പോലെ പാഞ്ഞു വരുന്ന ഈ വചനങ്ങൾ എനിക്കെങ്ങനെ മറികടക്കാനാവും? എനിക്ക് വേണ്ടി സംസാരിച്ച എന്റെ ദൈവമേ, ഞാനിതാ, എന്നെ വഴി നടത്തേണമേ.
നീ ഒത്തിരി മാറിയിരിക്കുന്നു. എൻ്റെ അടുക്ക് വരുന്നതിനോ എന്നോട് സംസാരിക്കുന്ന നിനക്കിപ്പോൾ താല്പര്യമില്ലല്ലോ. എന്തിന്? നമ്മുടെ മകനെ പോലും നീ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. എന്താ പറ്റിയ നിനക്ക്? എന്താണിത്? കാരണം എനിക്കറിയണം. തീർച്ചയായും നീ അതറിയണം. അതിനുള്ള അവകാശം നിനക്കുണ്ട്. പക്ഷേ നെറ്റിയിൽ കുരിശടയാളം കിട്ടാത്ത നിനക്ക് അത് മനസ്സിലാകുമോ? എനിക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ മനസ്സിലാക്കിയതുപോലെ മറ്റാരെങ്കിലും നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ല, അത് ശരിയല്ല. ആ സ്വരം ഞാൻ കേട്ടിരുന്നില്ലെങ്കിൽ നീ പറയുന്നത് ഞാൻ ശരിവെക്കുമായിരുന്നു. എന്നാൽ ആ സ്വരം എനിക്ക് പറഞ്ഞു തന്നു, ഈ ഭൂമിയിൽ മറ്റാരേക്കാൾ നമ്മെ മനസ്സിലാക്കുന്നത് ദൈവം മാത്രമാണ്. ഞാൻ മാറി എന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ മാറിയതല്ല, എന്നെ മാറ്റിയതാണ്. അത് മറ്റൊന്നുമല്ല, ആത്മാവിലേക്കും ചേതനയിലേക്കും സന്ധിബന്ധങ്ങളിലേക്കും തുളച്ചു കയറുന്ന ദൈവവചനമാണ് എന്നെ മാറ്റിയത്. ബൈബിളിലെ ഒരു വാക്യം വായിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ? അതെ, അതേ മാർഗമുള്ളൂ. വെറും ഒരു വാക്യമല്ല, കുത്തിക്കയറുന്ന ദൈവവചനമാണത്. ബൈബിൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഇത്രയും നാള്. എന്നിട്ട് എന്തേ അത് വായിക്കാഞ്ഞേ? അതോ പണ്ടില്ലാത്ത പുതിയ വാക്യങ്ങൾ ആരെങ്കിലും അതിൽ എഴുതി ചേർത്തോ? അന്ന് നിങ്ങൾക്ക് എന്നെ മതിയായിരുന്നു, എൻ്റെ സ്നേഹവും മതിയായിരുന്നു. ഇന്നോ നിങ്ങൾക്ക് എന്നെ മടുത്തു അല്ലേ? അപ്പോൾ ബൈബിളും മതി, അമ്മയും മതി. നീ സുവിശേഷങ്ങളെ പരിഹസിക്കേണ്ട. ഈ 13 വർഷം കൂടെ താമസിച്ച് ഒരു കുഞ്ഞിന്റെ അമ്മയാക്കിയ സ്ത്രീയെ യാതൊരു മനക്കടിയുമില്ലാതെയല്ലേ ഉപേക്ഷിക്കുന്ന നിങ്ങളാണ് ബൈബിളിനെ പരിഹസിക്കുന്നത്. ദൈവം ഒന്നിപ്പിച്ചതാണ് നമ്മളെ, അതറിയാവോ? അല്ല, ഒരിക്കലുമല്ല. ചെറുപ്പകാലത്ത് വീട്ടിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളും യൗവനത്തിൻ്റെ തിളപ്പിൽ കയറൂരി വിട്ട് എൻ്റെ ജീവിതവുമാണ് നമ്മെ ഒന്നിപ്പിച്ചത്. ഈ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ മകനെ ദേവദത്തിനെ ആരാ നോക്കുന്നേ? അവൻ എൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ ദാനം. അവനെ ഞാൻ നോക്കിക്കൊള്ളാം. ദൈവത്തിന്റെ ദാനമല്ല, പാപത്തിന്റെ ഫലം. അതല്ലേ ശരിയായ വധം? അത് ശരിയാ, നമ്മുടെ അല്ല, എൻ്റെ മോഹപാപത്തിൻ്റെ ഫലം. ശരി, ഞാൻ പോകാം. നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ല. വേണ്ട, ഞാൻ നിന്നെ നിന്റെ മാതാപിതാക്കളുടെ പക്കലെത്തിക്കാം. ദൈവം നിന്നെയും കാണുന്നുണ്ട്. അവിടുന്ന് നിനക്ക് ഒരു വഴി തുറന്നു തരും. അവിടുന്ന് എല്ലാവരുടെയും ദൈവമാണ്, സർവശക്തൻ, സർവവ്യാപി, എല്ലാം അറിയുന്നവൻ. അമ്മേ, അമ്മ പറഞ്ഞതുപോലെ ഞാൻ ആ സ്ത്രീയെ പറഞ്ഞു വിട്ടു. അമ്മ എന്നെ വളർത്തിയതുപോലെ ഇവനെയും വളർത്തണം. ഞാൻ ഇവനെ വളർത്തും. ഞാൻ ആഗ്രഹിച്ചതിലും ചോദിച്ചതിലും വളരെ കൂടുതൽ ദൈവം എനിക്ക് തന്നു. കർത്താവ് നിന്നെ പിടികൂടി എന്റെ മുന്നിലെത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇക്കാലം അത്തരം നിന്നെ ഓർത്ത് കരഞ്ഞതും പ്രാർത്ഥിച്ചതും? എനിക്ക് തൃപ്തിയായി അഗസ്റ്റിൻ. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ ജ്ഞാനസ്നാനം ചെയ്യിക്കണം. ഇവനെ ഞാൻ ഒരുക്കാം. ഞങ്ങളുടെ ജ്ഞാനസ്നാന ദിവസം അമ്മ അനുഭവിച്ച സന്തോഷം ഞാൻ കണ്ടതാണ്. ഇന്നതിലേറെ അമ്മ സന്തോഷിക്കുന്നുണ്ടാവും. അമ്മയ്ക്കൊപ്പം ദേവദത്തിനെയും സ്വർഗം ഏറ്റെടുത്തു. അവനെയും അമ്മയൊരുക്കി. നന്ദി അമ്മേ, നന്ദി. ഞാൻ അഗസ്റ്റിൻ, ആഫ്രിക്കൻ വൻകരയുടെ വടക്കേ അറ്റത്ത് ഹിപ്പോ നഗരത്തിന് സമീപം തഗാസ്തിയിൽ AD 354 നവംബർ 13 ജനിച്ചു. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ നന്മയും കരുണയുമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമെന്ന്
എന്റെ ജീവിതകഥ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കുരിശിലെന്റെ ജീവിതം ചേർത്തിടേണമെന്നും നീ വീണിടാതെ നിന്റെ പാതെ സഞ്ചരിച്ചിടാൻ. കുരിശിലെന്റെ ജീവിതം ചേർത്തിടേണമെന്നും നീ വീണിടാതെ നിന്റെ പാതെ സഞ്ചരിച്ചിടാൻ. അത്രമേൽ നിലംപതിച്ചതിനു ശേഷം മടങ്ങി വന്നൊരു പുണ്യാളൻ വേറെ ഉണ്ടാകില്ല, അഗസ്റ്റിനല്ലാതെ. അമ്മ മോനിക്കയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരവെന്നവണ്ണം ഒരു നാൾ വിശുദ്ധ ഗ്രന്ഥം തുറന്നു. കണ്ട വചനം വെളിച്ചത്തിന്റെ പോരാളിയാകാനായിരുന്നു. അന്നു മുതൽ മരണം വരെ ഒറ്റ പരാതിയേ ഉണ്ടായിരുന്നുള്ളൂ: കർത്താവെ, നിന്നെ സ്നേഹിക്കാൻ ഞാൻ വൈകിപ്പോയി എന്ന്. എഴുതിയതും പറഞ്ഞവയുമൊക്കെ പവിഴം പോലെയുള്ള വാക്കുകളാണ്. അതിലൊന്നിതാണ്: നാം ഒരാളേ ഉള്ളൂ എന്നതുപോലെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്.